കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയിൽ പരിശോധന നടത്താത്തതിൽ നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർക്ക് സസ്പെൻഷൻ. ഹെൽത്ത് ഇൻസ്പെക്ടർ MN നിതയെയാണ് സസ്പെൻഡ് ചെയ്തത്. പരിപാടിയെക്കുറിച്ച് നേരിട്ട് പരിശോധിക്കാത്തതിനും അനുമതിക്കായി സംഘാടകർ എത്തിയ വിവരം മേലധികാരികളെ അറിയിക്കാതിരുന്നതിനുമാണ് നടപടി. പരിപാടിയുടെ അനുമതിക്കായി സംഘാടകർ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടറുടെ വിശദീകരണം. കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കെതിരെ വരുന്നത് വ്യാജ ആരോപണങ്ങളെന്ന് പരിപാടിയുടെ സംഘാടകരായ മൃദംഗ വിഷൻ MD നികോഷ് കുമാർ പറഞ്ഞു. അതേസമയം നൃത്ത പരിപാടിയിലെ പണപ്പിരിവിൽ വിശ്വാസവഞ്ചനയ്ക്ക് പോലീസ് കേസെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ ഉമാ തോമസ് MLAയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. കണ്ണു തുറന്ന് മക്കൾക്ക് പുതുവത്സരാശംസകൾ നേർന്നു. ഹാപ്പി ന്യൂ ഇയർ. മക്കളോടാണ് ആദ്യം പറഞ്ഞത് ഹാപ്പി ന്യൂ ഇയർ. ഇന്നലത്തേക്കാളും ഓവറോൾ നേരിയ പുരോഗതിയുണ്ട്. ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു പുരോഗതി ഉണ്ട്. ആൻഡ് നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യത്തിലായിരുന്നു ഒരു കൺസേൺ ഉണ്ടായിരുന്നത്, ലങ്സിനകത്ത്. അതും ഇന്നലത്തെ എക്സ്റേ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ എക്സ്റേസ് കുറേയും കൂടി ക്ലിയർ ആയിട്ടുണ്ട്. വൻ വിവാദമാണ് നമുക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വ്യാജ പ്രചരണമാണ്. ഈ 1600 രൂപ മേടിച്ച കണക്ക് ഞങ്ങൾക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ടീച്ചേഴ്സാണ് ഇത് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടി മൃദംഗ വിഷനിലേക്ക് 3500 രൂപ അടയ്ക്കുക എന്നുള്ളൂ. അവർക്കാണ് ഞങ്ങൾ സാരി നൽകുന്നത്. ഒരു പണവും മൃദംഗ വിഷൻ്റെ ഭാഗത്ത് നിന്ന് ഈടാക്കിയിട്ടില്ല. മറ്റ് ടീച്ചേഴ്സും അത് ഈടാക്കാൻ പാടില്ല. അഞ്ജന അനിൽകുമാർ നൽകും വിശദാംശങ്ങൾ. അഞ്ജന, രണ്ട് കാര്യങ്ങൾ. ആദ്യം ഉമാ തോമസ് MLAയുടെ ആരോഗ്യനില സംബന്ധിച്ച് പുരോഗതി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ എന്താണ് ഡോക്ടർമാർ അറിയിക്കുന്നത്? മറ്റൊന്ന്, ഇന്നിപ്പോൾ നടപടി ഉണ്ടായിട്ടുണ്ടല്ലോ, ഹെൽത്ത് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തത്. ഇതടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നതെന്ന്? ശ്രുതി, ഗിന്നസ് റെക്കോർഡിൽ ഇടം പിടിക്കണമെന്ന ലക്ഷ്യവുമായി 12,000 നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഡിസംബർ 29 കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇത്തരമൊരു നൃത്ത പരിപാടി സംഘടിപ്പിച്ചത്. ഇങ്ങനെ വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ തന്നെ അതത് വകുപ്പുകളുടെ അനുമതി തേടേണ്ടത് അനിവാര്യമാണ്. എന്നാൽ ഈ വകുപ്പുകളുടെ അനുമതി ഒന്നും തന്നെ തേടിയിട്ടില്ല. പ്രത്യേകിച്ചും ഹെൽത്ത് വിഭാഗത്തിന്റെ അനുമതിയും കൂടാതെ ഹെൽത്ത് വിഭാഗം പരിശോധന നടത്തേണ്ടതും അനിവാര്യമാണ്. എന്നാൽ അങ്ങനെ ഒരു പരിശോധനയും ഇവിടെ നടന്നിട്ടില്ല. ഇതേ തുടർന്നാണ് ഇപ്പോൾ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ MN നിതയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ സംഘാടകർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നാണ് MN നിതയുടെ വാദം. ഈ പരിപാടി നടക്കുന്ന ദിവസമെങ്കിലും ആ സ്റ്റേഡിയം സന്ദർശിക്കേണ്ടതായിരുന്നു, അവിടെ പരിശോധന നടത്തേണ്ടതായിരുന്നു. എന്നാൽ ഇതൊന്നും തന്നെ നടന്നിട്ടില്ല. കൂടാതെ എഞ്ചിനീയറിംഗ് വകുപ്പിന്റെ പരിശോധന നടക്കണം. ഇവർ ഹെൽത്ത് ഇൻസ്പെക്ടറോട് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സ്റ്റേജ് നിർമ്മിക്കുന്നില്ല, ഈ സ്റ്റേഡിയത്തിലാണ് പരിപാടി നടക്കുന്നത് എന്നാണ്. എന്നാൽ ഈ പരിപാടിക്ക് 2 ദിവസം മുമ്പായി സ്റ്റേജിന്റെ പണികളെല്ലാം തന്നെ അവിടെ നടന്നിരുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ ഇതൊന്നും അറിഞ്ഞില്ല എന്നാണ് MN നിത കൊടുക്കുന്ന വിശദീകരണം. എന്നാൽ MN നിതയ്ക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിട്ടുണ്ട്. MN നിതയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. ദിവ്യ ഉണ്ണി അടക്കമുള്ളവരെ ചോദ്യം ചെയ്യുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ വളരെയധികം പുരോഗതിയുണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ ഏറ്റവും ഒടുവിൽ പറയുന്ന വിവരം. ഇന്ന് രാവിലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമാ തോമസ് കൺതുറക്കുകയും മക്കളോട് പുതുവത്സരാശംസകൾ നേരുകയും എല്ലാം ചെയ്തു. വരും ദിവസങ്ങളിലും കൂടുതൽ പുരോഗതി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രുതി.